ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഹെയർ പാക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. ഈ 4 ഇൻഗ്രീഡിയൻസ് നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സുഖമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തലയ്ക്കുള്ള സുഖമായിരിക്കും കേട്ടോ. നല്ല നല്ല കുളിര് പോരുന്ന ഒരു സുഖമായിരിക്കും തലയ്ക്ക് ഉണ്ടാവുക. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ സൗമ്യ. മാസ്ക് ഉണ്ടാക്കാൻ ശരിക്കും നമുക്ക് വേണ്ടത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് മുരിങ്ങേൻ്റെ ഇലയാണ് കേട്ടോ. നമ്മുടെ മുടീൻ്റെ ലെങ്ത്ത്, അതിൻ്റെ തിക്നെസ് എത്രയുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മുരിങ്ങേൻ്റെ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ മുരിങ്ങേൻ്റെ എനിക്ക് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മ കൊണ്ടു തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കൈപ്പിടി കരിവേപ്പിലയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുക. ഇത് ഇനി നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഒരു 1 അവറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തർക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടാണ്. ചിലർക്ക് കട്ടി പേസ്റ്റായിട്ട് തലയിൽ തേക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചിലർക്കാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഈ കട്ടിയായിട്ട് ഈ ഇലയൊന്നും തലയിലിരിക്കുന്ന ഇല ഉണ്ടാവില്ല, കാരണം നമ്മൾ അരയ്ക്കുമല്ലോ. എന്നാൽ കൂടെ ആ ഒരു ഇത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും, ആ ഒരു ടെക്സ്ചർ. അങ്ങനെ ആൾക്കാർക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഒരു മീഡിയം കട്ടി വേണം കേട്ടോ. എനിക്ക് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ മേത്തേക്കെല്ലാം ഈ ഒലിക്കുന്ന പോലെ പോകും. അതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പം ഞാൻ കുറച്ചൊരു കട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനി 1 മണിക്കൂറിലേക്കാണ് ഞാൻ അടച്ചു വെക്കുന്നത് കേട്ടോ. മുടിയിൽ മാസ്ക് തേക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നന്നായിട്ട് മുടി കോംപ് ചെയ്യും കേട്ടോ. നന്നായിട്ട് കോംപ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സൈഡ് വേസ് ആയിട്ടും പിന്നെ നമ്മൾ ഇങ്ങനെ മുടി ഇങ്ങനെ താഴേക്കിട്ട് കോംപ് ചെയ്യില്ലേ, ഇങ്ങനെയൊക്കെ കോംപ് ചെയ്യും കേട്ടോ. കാരണം നമ്മുടെ മുടിയിൽ ജട ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസ്ക് തേക്കുന്ന സമയത്ത് നന്നായിട്ട് കോംപ് ചെയ്യും. ഇത് നല്ലൊരു കോംബോ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു കോംബോ. ഓയിൽ അപ്ലൈ ചെയ്യാണ്. ഞാൻ കുറേ ഓയിലൊന്നും അപ്ലൈ ചെയ്യില്ല, കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിന് നമ്മുടെ ഈ സ്കാൽപ്പിൽ വെറുതെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക മാത്രം. ഹെയറിൻ്റെ ടിപ്പിലും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ടിപ്പാണ് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു ഡ്രൈനെസ് ഒക്കെ തോന്നാറുള്ളത്. അപ്പോൾ ടിപ്പിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ മുടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും പറയും, ഇപ്പോഴത്തെ സലൂൺസിൽ പറയുമെന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ ഞങ്ങൾ മുടി വെട്ടുമ്പോൾ അവർ പറയുന്നു കുറച്ചൊരു വെളിച്ചെണ്ണ എടുത്തിട്ട് വെട്ടിയ മുടീൻ്റെ അടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എണ്ണ തേച്ച് 10 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓരോരുത്തർക്കും ഓരോ കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ എനിക്കിത് ഇങ്ങനെ കുറച്ചൊരു എന്താ പറയുക, ഒരു മൈലാഞ്ചി രൂപത്തിൽ, ഇത് മൈലാഞ്ചി എന്നല്ലേ പറയുക, ഈ ഒരു പരുവത്തിലാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ ഇഷ്ടം. ചില ആൾക്കാർ കുറച്ചും കൂടെ ലൂസായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ താല്പര്യം. അപ്പം ഞാനിങ്ങനെ ഇതാകുമ്പോൾ ഇങ്ങനെ ഒലിക്കൂല മേത്ത് കൂടെ, മറ്റേതിങ്ങനെ മേത്ത് കൂടെ ഇങ്ങനെ ഒലിക്കും. അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ല. നന്നായിട്ട് നമ്മുടെ ഓരോ എന്താ പറയുക, ഈ മുടി മാറ്റിയിട്ട് അത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ജലദോഷം, അലർജി അങ്ങനെ പറയുന്ന ആളുകളൊക്കെ തേക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. മാസ്ക് ഒക്കെ തേച്ച് വന്നിട്ടുണ്ട്. എല്ലാ സൈഡിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മാസ്ക്. പിന്നെ ഈ കാത് ഹെലിക്സ് കുത്തിയിട്ട് ഇത് മുടി ഇങ്ങനെ മുടിൻ്റെ സ്ട്രാൻസിലാകുമ്പോഴല്ലോ ഭയങ്കര പെയിൻഫുള്ളാണ്. മുടിയുടെ ടിപ്പ് വരെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാസ്ക്. ആൻഡ് ഇനി ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുകയാണ്. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടോ എൻ്റെ തലയിൽ ഇങ്ങനെ ഹെയർ മാസ്ക് കിടക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൂടുതൽ സമയം വെക്കുന്നില്ല, എനിക്ക് കൂടുതൽ സമയം വെക്കാനും പറ്റില്ല. എനിക്ക് കുറച്ച് സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ ഏത് മാസ്ക് ആണെങ്കിലും എന്താണെങ്കിലും ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് അലർജി ഉള്ള ആളുകൾ, കോൾഡ് പെട്ടെന്ന് വരുന്ന ആൾക്കാർ, സൈനസൈറ്റിസ് ഉള്ള ആൾക്കാർ, മൈഗ്രെയിൻ ഉള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ ഹെയർ മാസ്കുകൾ അല്ലെങ്കിൽ ഹെയർ പാക്കുകളൊക്കെ തലയിലിടുന്നതിന് മുമ്പേ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കണം, നമ്മുടെ ബോഡിക്ക് പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിന് പറ്റുമോ എന്നൊക്കെ മാത്രം വെച്ചാൽ മതി. പിന്നെ വെച്ചിട്ടൊരു അസുഖം വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഫേസ് പാക്കും എനിക്ക് കൂരാനുള്ള സമയമായിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി വിചാരിച്ചു എന്തായാലും ഞാൻ ഹെയർ പാക്ക് ഇടുന്നുണ്ട്, അന്ന് പിന്നെ ഫേസും കൂടെ അങ്ങ് ഇടാൻ വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പരിപാടി ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. ഹലോ, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു ഷാമ്പൂവും
പിന്നെ ബേരാനാട്ട പിന്നെ ഒരു മാസ്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആ മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. നല്ലൊരു ഷവറായിരുന്നു കേട്ടോ. ആഹാ നല്ല സുഖം, തണുപ്പൊക്കെ കേട്ടോ, തലയ്ക്ക് ഭയങ്കര തണുപ്പ്. ആഹാ നല്ലൊരു കുളിരൊക്കെ. പുറത്ത് നല്ല മഴയാണ്, അകത്ത് നല്ല തണുപ്പാണ് കേട്ടോ, നല്ല സുഖമുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറിയിട്ട്, തലയത്തെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ എയർ ഡ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. ഹെയർ കണ്ടോ, ഹെയർ കണ്ടോ, എയർ ഡ്രൈ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഹെയർ വെച്ചാൽ ഭയങ്കര ഫ്രിസി ഹെയർ ആണ്, അതുവരെ ഇത്രയും സ്മൂത്ത് ആയിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളിയാണ്. നല്ല മുടിക്ക് തിക്നെസ് വരാനും നീട്ടം വരാനൊക്കെ ഇത് നല്ലതാണ്. എനിക്ക് മുരിങ്ങാണ്ടില കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇത് ചെയ്യാറ്. അലർജിയും കോൾഡും സൈനസൈറ്റിസും മൈഗ്രെയിനും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ് കേട്ടോ ഇത്. മുടി ഭയങ്കര ഹെൽത്തി ആയിരിക്കും, കാരണം വേറെ ഒരു കെമിക്കൽ ഫ്രീ ആണ്, വേറെ ഒരു കെമിക്കൽസോ പാരബിൻസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എന്തായാലും മുടിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.